ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. പ്രിയ പഠിതാക്കളെ, ഏവർക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകം കൃതിയിലെ 38ാമത് ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. പലവിധമായറിയുന്നതന്യൊന്നായി വിലസുവതാം സമയെന്നുമേലിലോതും നിലയെ അറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം. പലവിധമായറിയുന്നതന്യൊന്നായി വിലസുവതാം സമയെന്നുമേലിലോതും നിലയെ അറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം. ആദ്യം ഓരോ പദത്തിൻ്റെയും അർത്ഥം പഠിക്കാം. പലവിധമായി അറിയുന്നത്, ഒരേ അറിവ് മാത്രമാണുള്ളത്, ഒരേ ഒരു അറിവേ ഉള്ളൂ. എന്നാൽ പലതുള്ളതായി, പല അറിവായി നാം പലതിനെയും കാണുന്നു. അന്യ, അങ്ങനെ അറിയുന്നതാണ് അന്യ. ഒന്നായി വിലസുവതാം, എന്നാൽ എല്ലാറ്റിനെയും ഒന്നായി അറിയുന്നത് സമ, അത് സമയാണ്. എന്ന് മേലിലോതും. ഈ അടിസ്ഥാനത്തിൽ ഇനി പറയാൻ പോകുന്നത് നിലയെ അറിഞ്ഞ് എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിവർന്ന് ഇരുശക്തികളെയും ബോധത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി സാമ്യമേലും കലയിൽ സമയും അന്യയും അത് ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് അലിഞ്ഞ്, സ്വയം അലിഞ്ഞു ചേർന്ന് കലർന്നിരുന്നിടേണം. ആ അനുഭൂതിയിൽ ലയിച്ച് അമർന്നിരുന്നിടേണം എന്നാണ് ഗുരു ഇവിടെ നമുക്ക് ഉപദേശിച്ചു തരുന്നത്. അന്യയും സമയും എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഭാഗം. അന്യയും സമയും അതെന്താണ്? അറിവിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നാനാത്വത്തിലേക്കും ഏകത്വത്തിലേക്കും പോകുന്ന സവിശേഷതയോടുകൂടിയതാണ്. രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അറിവിൻ്റെ ഈ പ്രത്യേകതയെ വലിയ ഒരു ഉദാഹരണത്തിലൂടെയാണ് ഗുരു മനസ്സിലാക്കി തരുന്നത്. ഉദാഹരണത്തിന്, ഒരു സൂര്യരശ്മിയെ ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് സപ്തവർണ്ണങ്ങളായി ചിതറിപ്പോകുന്നു. എന്നാൽ അനേകം സൂര്യരശ്മികളെ ഒരു ലെൻസിലൂടെ കടത്തിവിട്ടാൽ
അവ ഏകീഭവിച്ച് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. അറിവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സമയെ ഉപയോഗിക്കേണ്ടിടത്ത് സമയ ഉപയോഗിക്കുകയും അന്യയെ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അന്യയെ ഉപയോഗിക്കുകയും ചെയ്യുന്നവനാണ് യോഗി എന്ന് പറയുന്നത്. വിവേകശാലിയാണ് യോഗി എന്ന് നമുക്ക് മനസ്സിലാകാം. ആ നിലയിലേക്ക് മാനസികമായി ഉയർന്ന് ജീവിതം ഭദ്രമാക്കാനാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നല്ലതുപോലെ മനസ്സിലാക്കുക. ഇവിടെ കൂടുതൽ സമയം നമുക്ക് റെക്കോർഡിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല, കട്ടായി പോകും. നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആക്കി തരുന്നതിൻ്റെ മുഴുവൻ ഭാഗവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചുരുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്നുകൂടി ആലപിക്കാം. പലവിധമായറിയുന്നതന്യൊന്നായി വിലസുവതാം സമയെന്നു മേലിലോതും നിലയറിഞ്ഞു നിവർന്ന് സൗമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം. ശ്രദ്ധയോടെ ക്ലാസ് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.